പ്രകാശ് മാസ്റ്റർ, ഇവിടെ നമുക്ക് ഈ ഇന്ധനത്തിൻ്റെ വില എടുക്കാം. അപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കാര്യം എടുക്കാം. അത് ഒരു ഏതാണ്ട് 28 രൂപ 50 പൈസയാണ് 1 ലിറ്റർ പെട്രോളിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത്. അത് 30 രൂപ 8%, 30.08% അതിൻ്റെ വിൽപ്പന നികുതിയാണ്, വാറ്റാണ്. പിന്നീട് 1 രൂപ അധിക വിൽപ്പന നികുതിയാണ്. പിന്നെ 1% എന്നത് അധിക സെസ്സാണ്. അതിനോടൊപ്പം 2 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ സെസ്, ഇത് ചേർത്താണ് ഈ തുക ഉണ്ടാകുന്നത്. ഇപ്പോൾ എല്ലാ കാലത്തും നമ്മൾ പറയുന്നത് കേന്ദ്ര സർക്കാർ അവരുടെ എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കട്ടെ എന്നാണ്. എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ കുറച്ച ശേഷവും ഈ വില വർധനവിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന പേരിൽ പിരിക്കുന്ന തുക കുറച്ച് വേണമെങ്കിൽ ഈ ഇന്ധന വില വർധനവിൽ നിന്ന് നേരിയൊരു ആശ്വാസം പകരാൻ സംസ്ഥാന സർക്കാരിന് കഴിയും. ഇവിടെ ശ്രീമതി ദീപ്തി മേരി വർഗീസ് പറഞ്ഞത് ഈ സർക്കാർ വന്നിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ സർക്കാർ എടുത്ത തീരുമാനങ്ങളുടെ ഭാഗം എന്ന നിലയിലെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിന് ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണോ, അതോ ഇതിനെല്ലാം ജനം കുറ്റം പറയേണ്ടത്, അല്ലെങ്കിൽ ജനം ഇതിലെ തെറ്റുകാരായി കാണേണ്ടത് പോയ സർക്കാരിനെയാണോ? പ്രകാശ് മാസ്റ്റർ. കഴിഞ്ഞ 5 വർഷക്കാലം വിലക്കയറ്റം UDFും കോൺഗ്രസും പ്രധാനമായി ഉന്നയിച്ച ഒരു വിഷയമാണ്. ആ സന്ദർഭങ്ങളിലെല്ലാം വിലക്കയറ്റം തടയുന്നതിന് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാനാവുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്യാൻ മുന്നോട്ടേക്ക് വന്നൊരു ഗവൺമെൻറ്റാണ് LDFിൻ്റെ ഗവൺമെൻറ്. 2 സന്ദർഭത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടുമായിരുന്ന നികുതി വിഹിതം, വിൽപ്പന നികുതി വിഹിതം വേണ്ടെന്ന് വെക്കാൻ ആ ഗവൺമെൻറ് സന്നദ്ധമായി. ഭക്ഷ്യവസ്തുക്കൾ സംഭരിച്ച് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലൂടെ അത് വിതരണം ചെയ്യാനും മാവേലി സ്റ്റോറുകൾ, റേഷൻ ഷോപ്പുകൾ ഇവയിലൂടെയൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭരിച്ച് നൽകാനുമുള്ള ഗവൺമെൻറ്റിൻ്റെ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ കേരളത്തിലെ വില ഒരു പരിധിക്കപ്പുറം വർദ്ധിക്കാതിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ മൗലികമായ വിഷയം എന്താ? ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി യഥാർത്ഥത്തിൽ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായാണ് എന്നുള്ളത് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കൃത്യമാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തര കാലത്ത് 2010 വരെ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ പെട്രോളിൻ്റെ, ഡീസലിൻ്റെ, പാചക ഗ്യാസിൻ്റെ വില ആരാ നിശ്ചയിച്ചു വന്നിരുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. എന്നാൽ അത് തങ്ങൾക്ക് അധികാരം വേണ്ട, അത് സ്വകാര്യ എണ്ണ കമ്പനികൾ വിൽക്കട്ടെ, തീരുമാനിക്കട്ടെ എന്ന് തീരുമാനിച്ചത് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അല്ലേ? മൻമോഹൻ സിംഗ് കോൺഗ്രസ് അല്ലേ? എവിടെ അവരുടെ 2ാമത്തെ ഗവൺമെൻറ് അല്ലേ അത്ര തീരുമാനമെടുത്തത്? ആ തീരുമാനം തന്നെയല്ലേ BJPയുടെ ഗവൺമെൻറ് 2014 വന്നപ്പോൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചത്? അപ്പോൾ രാജ്യത്തിനകത്തെ പെട്രോളിയം കമ്പനികൾക്ക് ഇഷ്ടം പോലെ വില വർദ്ധിപ്പിക്കാൻ അനുവാദം കൊടുത്തത് മറ്റാരുമല്ല, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആദ്യം, പിന്നീട് BJPയുടെ ഗവൺമെൻറ്. അവർ ചേർന്നാണ്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. എന്താ ഈ 2 ഗവൺമെൻറ്റുകളും, കോൺഗ്രസ് ആവട്ടെ BJP ആവട്ടെ, വില വർദ്ധിക്കുമ്പോൾ പറയുന്ന കാര്യം എന്താ? രാജ്യത്തിലെ എണ്ണ കമ്പനികൾക്ക് വലിയ നഷ്ടമാണ്. യഥാർത്ഥത്തിൽ അതിൽ വല്ല വസ്തുതയുണ്ടോ? നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഇവിടെ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള 3 എണ്ണ കമ്പനികളുണ്ടല്ലോ. ആ 3 എണ്ണ കമ്പനികൾ പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് അവർ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത ലാഭവിഹിതം എത്രയാ? 1.27 ലക്ഷം കോടി. ആകെ കിട്ടുന്ന ലാഭത്തിൻ്റെ 42.3% മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ. അതും മാത്രം 1.27 ലക്ഷം കോടിയാണ്. ഇപ്പോൾ IOC ആവട്ടെ, അല്ലെങ്കിൽ BPCL ആവട്ടെ, SPCL ആവട്ടെ, അവർക്കെല്ലാമുള്ള ലാഭങ്ങൾ കോടികളാണ്. ഞാനതിന് കണക്കെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ നേരത്തെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റും ഇപ്പോൾ BJPയുടെ ഗവൺമെൻറ് പറയുന്നത് അവരുടെ നഷ്ടം ഒഴിവാക്കാൻ അവർക്ക് ഈ വില വർദ്ധിപ്പിക്കാൻ അധികാരം കൊടുത്തുവെന്നാണ്. ഈ ജനങ്ങളെ പറ്റിക്കലാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും ശക്തമായിട്ട് കോൺഗ്രസ് ഉന്നയിച്ച കാര്യം എന്താ? സംസ്ഥാന ഗവൺമെൻറ് അതിന് കിട്ടുന്ന വിൽപ്പന നികുതി ഉപേക്ഷിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ വിലവർധന 10 ദിവസക്കാലം കൊണ്ടുള്ള വിലവർധനയുടെ ഫലമായിട്ട് എന്താ കേരളത്തിലെ കോൺഗ്രസ് UDF ഗവൺമെൻറ് കിട്ടുക? 1191 കോടി രൂപ. ഇപ്പോൾ വിൽപ്പന നികുതി ദിനത്തിൽ പെട്രോളിന് മേലെ 30.08% സ്റ്റേറ്റിനാണ്, ഡീസലിന് മേലെ 22.76% സ്റ്റേറ്റിനാണ്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തിന് യഥാർത്ഥത്തിൽ 1191 കോടി രൂപ ഈ വർധന വഴി കിട്ടും. ഇത്രയും കാലം പറഞ്ഞ നിലപാടാണ് UDFനെങ്കിൽ ആലോചിക്കാതെ പറയാൻ വേണ്ടി കഴിയേണ്ടതല്ലേ? ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾ വന്നാൽ അത് ഉപേക്ഷിക്കുമെന്നായിരുന്നില്ലേ ഇവിടെ UDFും അതുപോലെ ഇന്നത്തെ മുഖ്യമന്ത്രിയെല്ലാം പറഞ്ഞു വന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.